സംഭവം അതിനാ അടിപൊളി. ചങ്ങായിമാരെ അസ്സലാമു അലൈക്കും. പിന്നെ പുതിയൊരു വീഡിയോ വയനാടൻ പോത്തുംകാല് സെറ്റായിട്ട് പോത്തുംകാലെല്ലാം കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. അടിപൊളി പോത്തുംകാല് കണ്ടില്ലേ നിങ്ങൾ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ഉള്ള ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ പോത്തുംകാലിലേക്ക് കടക്കാം. അപ്പോൾ പോത്തുംകാലിന് ആവശ്യമായത് ഞാനൊരു ചെമ്പ് വെച്ചിട്ടുണ്ട്, ചെറിയ ഗ്യാസിൽ ഉണ്ടാക്കുന്നത്. അടുപ്പിലേക്ക് ഒരുപാട് സമയം എടുക്കും, അതുകൊണ്ടാണ്. അപ്പോൾ ഗ്യാസിൽ ഞാൻ ചെമ്പ് വെച്ചിട്ട് ഇതിൻ്റെ നല്ല നാടൻ വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏകദേശം ഒരു 200 ഉള്ളി വാടേണ്ട വെളിച്ചെണ്ണ അതിൻ്റെക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉള്ളി ഇടുന്നുണ്ട്. 1 കിലോ ഉള്ളിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത്രയും ചിക്കന്. ഇപ്പോൾ ചിക്കനല്ല കേട്ടോ, ബീഫാണ്, പറഞ്ഞ മാറിപ്പോയതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിടാം. ഏകദേശം 1 കൈയോളം ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഉപ്പിടാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ആഡ് ചെയ്തത്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. അപ്പോൾ ഇത് ചെറുതായിട്ട് അരിഞ്ഞാണ്. നിങ്ങൾക്ക് മിക്സിയിലിട്ട് ഉപയോഗിക്കുക, ഇവിടെ കറണ്ട് ഇല്ല, അതാണ് പറ്റിയത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ട് വാടുന്ന വരെ നമുക്ക് എന്താക്കാം, വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗ്യാസ് തന്നെയാണ്ട് പെട്ടെന്ന് വാടും. അപ്പോൾ ഇത് നന്നായിട്ട് വാടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ പോത്തിൻ്റെ കാല്, നല്ല കഴുകി വൃത്തിയാക്കി വെച്ച പോത്തിൻ്റെ കാലും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഈ ഒരു പരുവത്തിലായാൽ നിങ്ങളെന്താക്കുക, മല്ലിപ്പൊടി, ഞാൻ ഈ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുള്ളത്, ആ മല്ലിപ്പൊടി ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നല്ല എരിവുള്ള മുളക് പൊടി അതും ആഡ് ചെയ്യാം. ഒരു 3 ടേബിൾ സ്പൂണാണ്, 3 സ്പൂണ്. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി, എരിവില്ലാത്ത കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഒരു 2 സ്പൂൺ ഏകദേശം. അതുപോലെ തന്നെ ഗരം മസാലയാണ്, ഇത് 2 സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് കുരുമുളക് പൊടിയാണ്, ഇത് ഞാൻ 2 ടേബിൾ സ്പൂൺ ഇപ്പോൾ ഇടുന്നുണ്ട്. കുരുമുളക് പൊടീൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഇടണം, നമുക്ക് എരിവ് നോക്കിയിട്ട് അടുത്തതിനിടാം. ഇത് കുറച്ച് മീറ്റ് മസാലയാണ്, അപ്പോൾ അതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എണ്ണ കുറച്ചും കൂടി വെളിച്ചെണ്ണ നമുക്ക് ഉപയോഗിക്കാം, കാരണം ചെറുതായിട്ട് അടിക്ക് പോകുന്ന പോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഓക്കെ, നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്യുക. കുറച്ച് ഫ്ലെയിം കുറച്ചോ, അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്കുവാനുള്ള ചാൻസ് ഉണ്ട്. ഉള്ളി മസാല കൂട്ടെല്ലാം സെറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൊട്ടിടേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ കൊട്ടിടാൻ പോകുന്നുണ്ട്. നമ്മൾ കൊട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇങ്ങനെ നമുക്ക് കാണാം. നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് കുറച്ച് ഇറച്ചിയുള്ള സാധനമാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഈ മജ്ജ കണ്ടോ ഇതിൻ്റെ ഉള്ളിലുള്ള അതുപോലത്തെ കൊട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, നല്ല വലിപ്പമുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇറച്ചിയുണ്ട്, അതുപോലെ തന്നെ മജ്ജയുണ്ട്. അതുപോലത്തെ സാധനം കയ്യിൽ പകുതി ഇറച്ചിയുള്ളത്. ഞങ്ങൾ മജ്ജാന്നാണ് സാധനം, ഇതിൻ്റെ ഉള്ളിൽ നല്ല ബന്ധിട്ട് അതിന് മുക്കി എടുക്കണം നമ്മൾ. ഞാൻ കുറച്ച് ഇറച്ചിയും കൂടി ഉപയോഗിക്കുന്നുണ്ട്, കാരണം ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് നുള്ളി പൊറുക്കാൻ പോകണ്ടേ. അതുപോലെ തന്നെ ഇതിലും സെയിമാണ്, ഇറച്ചിയും കൊട്ടും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 4 കിലോൻ്റെ മുകളിലുണ്ട് ഈ ഐറ്റം. അതെല്ലാം ഇറച്ചിയും കൊട്ടും മിക്സായിട്ടുള്ള സാധനമാണ്. നമുക്കിത് മിക്സാക്കിയിട്ട് എന്താക്കുക, നല്ലോണം ഒന്ന് പെരക്കുക. അപ്പോൾ നിങ്ങൾ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇപ്പോഴല്ല വെന്താലും. ഇപ്പം തന്നെ നല്ല മതിയില്ല കാണാൻ. എല്ലാം ഒന്ന് പെരങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം അവിടെ വെച്ചിട്ട് നമുക്ക് എന്താക്കാം, കുറച്ചിട്ട് വെള്ളം ഒഴിക്കണം. ഇത് മുങ്ങുന്ന വരെ വേകാനുള്ള വെള്ളം ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ പെരക്കി കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കുക, ഇതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിത് മുങ്ങാൻ മാത്രമുള്ള വെള്ളമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നല്ലോണം ഫ്ലെയിം അങ്ങ് കൂട്ടിയിട്ട് ഇത് വെള്ളം പറ്റും വേകുന്നതിന്. ഒരു ഏകദേശം 2-2.5 മണിക്കൂർ നമുക്കിത് വേവിപ്പിക്കണം. അപ്പോൾ എന്നാലേ
ഇത് വെന്ത് കിട്ടും. ഓക്കെ, നമുക്ക് 2.5 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്താക്കുക, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം, അല്ലെങ്കിൽ വെള്ളം പറ്റിപ്പോവും. അടിക്ക് പിടിച്ചിട്ട് വന്നാൽ വെള്ളം പറ്റും നോക്കുക. അപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം അങ്ങ് കൂട്ടിക്കോ, നല്ല രീതിയിൽ കുത്തി തിളക്കട്ടെ. നമുക്ക് ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ കുറച്ചും കൂടി ഉപ്പിടാം. എന്നിട്ട് ഞാൻ നേരത്തെ കുറച്ച് ജീരകം ഇടാൻ മറന്നു പോയിട്ടുണ്ട്. നമ്മൾ ഈ ചെറിയ ജീരകം ഉണ്ടല്ലോ, അപ്പോൾ ആ ജീരകം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലും പുതിനയിലും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് അതിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ എന്താക്കുക, കുറച്ച് വെളിച്ചെണ്ണ അതുപോലെ തന്നെ ബട്ടർ ഇട്ടിട്ട് പിന്നെ ചെറിയ ഉള്ളി കുറച്ച് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഒരു മുറി തേങ്ങ അരച്ചു. അപ്പോൾ സമയക്കുറവുണ്ടാകുന്ന ഞാൻ ഗ്യാപ്പിൽ തന്നെ ഇതാക്കിയിട്ട് മിക്സ് ചെയ്ത് അരക്കണം, ചെറിയൊരു കളറെല്ലാം മാറിയാൽ. അപ്പോൾ നല്ലോണം പിന്നെ ഇത് എന്താ പറയുക, ഈ എണ്ണയിലിട്ടിട്ട് ഓയിലും ബട്ടറിലും മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഏകദേശം ഒരു ബ്രൗൺ കളറാവും ഇത്. അപ്പോൾ ബ്രൗൺ കളറായ സമയത്ത് നമുക്ക് ഇത് മാറ്റിയിട്ട് മിക്സിയിൽ അരച്ചിട്ട് ഇതിൻ്റെക്ക് ചേർക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു കുറച്ച് പിന്നെ ജീരകം ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ ജീരകം, പെരുംജീരകം, അതും ഇങ്ങനെയൊക്കെ ആഡ് ചെയ്യാം ഉണ്ടെങ്കിൽ. ഇവിടെ ഇല്ല, കയ്യിലില്ല, അതുകൊണ്ടാണ്. ഇത് അരക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് ആഡ് ചെയ്യും. തേങ്ങ ഇങ്ങനെ വാടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ ഉണ്ടാക്കുന്ന പിന്നെ സ്ഥലത്തിൻ്റെ ചുറ്റുപാടുകളിത്. അപ്പോൾ തേങ്ങ ഏകദേശം പിന്നെ ഒരു ബ്രൗൺ കളറിലായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പുറത്തിറക്കിയിട്ട് തണിയാൻ വെച്ചിട്ട് നമ്മൾ മിക്സിയിൽ അരക്കണം. അപ്പോൾ അരക്കുന്നതിൻ്റെ കൂടെ കുറച്ച് പെരിഞ്ചീരകം കൂടെ ആഡ് ചെയ്യാം. ഞാനത് വീട്ടിൽ ഇടാൻ വിട്ടുപോയതാണ്. നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ അപ്പോൾ ഇട്ടോളാം. അല്ലെങ്കിൽ അരക്കുന്ന സമയത്ത് ഒന്ന് പിന്നെ കുറച്ച് ഒരു സ്പൂണോ 1/2 സ്പൂണാറ്റം ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം ഇത് മിക്സിൻ്റെ ജാറിൽ അരച്ചിട്ട് ഇങ്ങെടുക്കുക. നമുക്കിത് ഇറക്കി വെക്കാം കേട്ടോ. ഏകദേശം ആയിട്ടുണ്ട്. പോത്തുംകാല് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ടൈം എടുക്കുമോ, ഏകദേശം 1 മണിക്കൂർ ആയിട്ടുള്ളൂ. പിന്നെ 1 മണിക്കൂർ 1.5 മണിക്കൂർ കൂടി വെക്കേണ്ടി വരും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഉണക്കമുന്തിരിയും അതുപോലെ തന്നെ കറാമ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഗ്യാപ്പ് നിങ്ങൾ ഉപ്പ്, അതിൻ്റെ എരിവ് കാര്യങ്ങളും നോക്കണം. കുരുമുളക് ആവശ്യത്തിന് കുരുമുളക് ഇടണം. അപ്പോൾ ഞാൻ ഒന്നും കൂടി വന്നിട്ട് അതിൻ്റെ എരിവും കാര്യങ്ങളൊന്ന് നോക്കാം. അപ്പോൾ ചങ്ങായിമാർ സംഭവം സെറ്റായിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. വെള്ളമെല്ലാം വറ്റി. ഞാൻ ഇതിൻ്റെ പിന്നെ ഞാൻ നേരത്തെ ഇതാക്കിയ തേങ്ങൻ്റെ അരപ്പുണ്ടല്ലോ, അപ്പോൾ അരച്ച തേങ്ങൻ്റെ അതും കൂടി ഇതിൻ്റെയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതും കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മൾ കറിയിലൊന്ന് പിന്നെ നല്ല ടൈറ്റാവും. ഇത് ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം ഇളക്കുക. ഇളക്കിയിട്ട് നമുക്ക് ഏകദേശം ഇപ്പോൾ 2 മണിക്കൂറായി. ഇതിന് 3/4 മണിക്കൂറും കൂടി പിന്നെ നമുക്ക് വേവിപ്പിക്കേണ്ടി വരും. നന്നായിട്ട് ഇളക്കുക ഇത്. അപ്പോൾ ഇളക്കിയിട്ട് ഒരു 3/4 മണിക്കൂറും കൂടി വെച്ചാൽ കംപ്ലീറ്റ് അടിയും. നിങ്ങൾ പിന്നെ ആ സമയത്ത് വേവും കൂടി നോക്കണം കേട്ടോ. നമ്മൾ ഏകദേശം വെന്തിട്ടുണ്ട്. ഒരു സൈഡിൽ നിന്നൊക്കെ ഇറച്ചി അടർന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇളക്കുമ്പോൾ അതിന് ശ്രദ്ധിക്കണം, കാരണം അതിൻ്റെ മജ്ജയെല്ലാം പുറത്തേക്ക് പോകും. ഒക്കെ ഒരു 1/2 മണിക്കൂറും കൂടി പുറത്ത് വെച്ചാൽ ഈ ഗ്രേവിയെല്ലാം കംപ്ലീറ്റ് വറ്റി നല്ല ടൈറ്റാവും കറി. ചങ്ങന്മാരെ ഏകദേശം നമ്മളെ 2.25 മണിക്കൂർ, ഒരു 3 മണിക്കൂർ അടുപ്പിച്ചിട്ടായിട്ടുണ്ട്. ഇപ്പം തേങ്ങ കുത്തിട്ടിട്ട് ഏകദേശം ഒരു 3/4 മണിക്കൂർ വേവിച്ച് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ ഞങ്ങൾക്ക് തിരിയും സംഭവം. ഇതാ അടിപൊളിയായിട്ടുണ്ട് സാധനം. ഇനി നമുക്ക് ഇന്ന് തിന്നൊരു പ്രോസസ് കൂടി കാണിച്ചു തന്നാലേ സെറ്റായിരിക്കും. ഓക്കെ, നമുക്കിത് ഓഫ് ചെയ്തിട്ടേ നമുക്ക് തിന്നുന്ന വീഡിയോയിലേക്ക് കിടക്കാം. തിന്നാനുള്ള ആൾക്കാർ റെഡി ആയിട്ടുണ്ട്. വേറെ സാധനം പൊളിയായിട്ടുണ്ട്. ഇടാം വയനാട് പോത്തുംകാര്, അതിൻ്റെ കൂടെ കഴിക്കാൻ പൊറോട്ടയാണ്. അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട്. നമുക്ക് എങ്ങനെയാണെന്ന് കഴിക്കാൻ ഇത് കാണിക്കാം. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം എന്തുണ്ടെന്നല്ലേ. സംഭവം സെറ്റായിട്ട് കിടക്കുന്നുണ്ട്. ഏതല്ല നീ പറയുമോ എനിക്ക് ഈ പീസ് എന്നിട്ട് അങ്ങനല്ലേ, മജയിലുള്ള പീസ് എടുക്കാം, എന്നാൽ നമുക്ക് മുട്ടിയാൽ കിട്ടും. നോക്കല്ലേ. ഓ മോനെ സാധനം ഇങ്ങോട്ട് കാണിക്കല്ലേ, അങ്ങ് ഇതാ താഴേക്ക് പോകണേ. എനിക്ക് ശരിയായ സാധനം കിട്ടി കേട്ടോ. അച്ഛക്കേ വലുതിടണ്ടാ, എന്നാൽ എനിക്ക് ചെറുതിടാം. സീമേ ഏതാ വലുതിടണ? നീ കഴിക്കുന്നു, ഉള്ളി കഴിക്ക്, 2 മുട്ടിയാൽ മതി, സീനില്ല. അപ്പോൾ നമുക്ക് തിന്നാം സാധനം മുട്ടിയിട്ട്. എനിക്ക് മുട്ടാറില്ലേ, പക്ഷേ ഞാൻ മുട്ടി കാണിച്ചു കൊടുക്കുക അങ്ങനെ മുട്ടുണ്ടേന്ന്. വീഡിയോ കഴിഞ്ഞോട് ഇത് തിരിച്ചിടണ്ടേ? ഏത് അത് മിക്കവാറും ഇട്ടുണ്ടായിരുന്നു പിന്നെ. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. നല്ല ഇറച്ചിയിലും വെന്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് സെറ്റായിട്ട്. അപ്പോൾ ഇത് പൊറോട്ടയാണ് ഇതിൻ്റെ മെയിൻ സാധനം. നമ്മളെ എൻ്റെ കൂടെ ചെയ്തു ഒന്ന് നോക്കാം പൊറോട്ടൻ്റെ ഇല്ലോ. എരിവുണ്ട് കേട്ടോ. ഇത് നമ്മൾ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ മജ്ജ ഉണ്ടാവും. അപ്പോൾ ഇത് ചിലപ്പോൾ മേത്ത് തീർച്ചയായിട്ടും അതുകൊണ്ട് കുറച്ചും കൂടെ വെച്ചിട്ട്
സംഭവം വരുന്നുണ്ട് ഒരു വൈറ്റ് കളറിൽ അതൊന്നും മച്ചാ എൻ്റെ മോനാ സംഭവം ഇതാ കറക്റ്റ് ഉപ്പ ഇതാ ഇത് പിടിക്ക് ഇങ്ങനെയാന്ന് കാശിക്കാം ഇങ്ങനെ അയക്കണ്ട എല്ലാം മുട്ട് ഇതാ എന്നാലേ സംഭവം കിട്ടും പൊറോട്ടയും കൊണ്ട് മാറ്റിയിട്ടേ എൻ്റെ മോനാ വന്നിട്ടോ അതും കൂട്ടുക എന്നിട്ട് നമ്മൾ നെയ്യും കുറച്ച് നെയ്യുണ്ടല്ലോ ഇത് നെയ്യും എടുക്കുക കുറച്ചിൻ്റെ ഗ്രേവി എടുക്കുക എന്നിട്ട് നല്ല അടിക്കുക സാധനമുണ്ട് അടിപൊളി 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 അപ്പോൾ നെയ്യ് നല്ല കുട്ടിയാണ് മതി ഇറക്കൂട്ടില്ല ഇത് തിന്നിട്ട് കുറേ സമയം തിന്ന് തേച്ചും കാണിച്ചാലേ മിക്കവാറും നമുക്ക് നാളെ അതുകൊണ്ട് ഫുൾ നമ്മൾ കാണിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസ് അടുത്ത വീഡിയോ കാണാം അസ്സലാമു അലൈക്കും